അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. സംശയം ചോദിക്കാൻ വേണ്ടി വോയിസ് ഇട്ട ഒരു സഹോദരി, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം അതിൽ ചോദിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ആ ഒരു ഒറ്റപ്പെടൽ തീർച്ചയായും വളരെ വിഷമകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആരാണതിന് ഉത്തരവാദിയെങ്കിൽ തീർച്ചയായും അയാൾ അതിനൊരു മറുപടി പറയേണ്ടി വരും. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? അതായത് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ജീവിതത്തിൽ നിന്നും ഒരു വിവാഹത്തിലൂടെ വീട്ടിൽ നിന്ന് ഇറക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം അവൾക്ക് അനന്തരാവകാശം ഇല്ലാന്നോ, വാപ്പല്ലാന്നോ, ഉമ്മല്ല എന്നൊന്നും അതിനർത്ഥമില്ല, ഒക്കെ ഉണ്ട്. പക്ഷേ അവൾ വിവാഹം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയാവുന്നതോടു കൂടെ തന്നെ അവൾ അവിടെ നിന്നും തൽക്കാലം മാറി എന്നൊരു കാഴ്ചപ്പാടിലേക്കാണ് എല്ലാവരും എത്തുന്നത്. അതുകൊണ്ടാണ് വിവാഹിതയായ ഒരു പെൺകുട്ടി കുറച്ച് സമയം വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ എന്തേ ഇപ്പോൾ പോകാത്തു, എന്താ അവിടെ നിൽക്കുന്നു എന്ന ചോദ്യം, അവളെ വീട്ടിലല്ലേ നിൽക്കുന്നത്, പിന്നെ ഇതിനാ അവിടെ എന്താ നിൽക്കുന്നു എന്ന് ചോദിക്കുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് അവൾ അങ്ങനെയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ വീട്ടിലൊരു അവളുടെ ആങ്ങളെയോ ആങ്ങളുടെ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ ഇവരിപ്പോൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, അവർ കല്യാണം കഴിച്ചു കൊടുത്ത് നിന്നൂടെ എന്ന് ചില തടച്ചിലുകളും അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അവരും ചോദിക്കും. അപ്പോൾ അവരും ഇവരുടെ ഈ അസ്തിത്വം അംഗീകരിക്കപ്പെടുന്നില്ല എന്നർത്ഥം. ഇനി വാപ്പയും ഉമ്മയും അങ്ങനെയാണെന്ന് നമ്മൾ പറയണില്ല, പക്ഷേ എങ്കിൽ പോലും എന്തായിരിക്കും പലപ്പോഴും അവരുടെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതൊക്കെ അവൻ ചെയ്യേണ്ടതല്ലേ എന്ന ഒരു സ്വകാര്യമായ ചിന്ത അവരുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വരിക എന്നുള്ളത് പലപ്പോഴും അവർക്ക് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുന്നത്. ഇനി മറ്റൊന്ന്, പിന്നെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു വേണ്ട രൂപത്തിലുള്ള സംരക്ഷണം ഇല്ലാതാകുന്നത് കൊണ്ടാണ് ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കേണ്ടി വരുന്നത്. പോകാനെങ്ങുമില്ലാത്ത സ്ത്രീകളെ പരമാവധി പീഡിപ്പിക്കുക എന്ന് ചില ഭർത്താക്കന്മാർക്ക് അങ്ങനത്തെ ഒരു ക്രൂരമായ മനസ്സുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പെൺകുട്ടികൾ വല്ലാതെ വേദനിച്ച് പോകുന്നത്. നീ ഇറങ്ങിപ്പോയിക്കോ, നിനക്ക് എങ്ങോട്ടാണെങ്കിലും പോയിക്കോ എന്ന് പറയുന്നത് അവൾ പോകില്ലെന്നുള്ള ധൈര്യത്തിൻ്റെ പേരിലാണ്. പക്ഷെ നമ്മൾ ആലോചിക്കണം, എവിടെയും പോകാനില്ലാത്തവർ ഒരു പക്ഷേ ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചേക്കും. ആ ആത്മഹത്യയുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. മനസ്സ് തകർന്നൊരു രോഗിയായാൽ നിങ്ങൾ അവരെ സംരക്ഷിക്കേണ്ടി വരും. ഇന്ന് അവളെല്ലാം ചെയ്യുന്നവളായിരിക്കും, ഒരു പക്ഷേ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായി കിടക്കുന്നൊരു മാനസിക രോഗിയായി മാറാം. മനസ്സിൻ്റെ ആഘാതങ്ങൾ ഒരു പക്ഷേ അവളെ സ്ട്രോക്കിലേക്ക് നയിക്കാം. നിങ്ങളുടെ കൺമുന്നിൽ മറന്നു കിടക്കല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരാം. അതുകൊണ്ട് പോകാനിടമില്ലെന്നതുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ വലിയ വിനയായി വരും എന്നൊരു പക്ഷേ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ ഇല്ലെന്ന് പറയാനുള്ളൊരു കാരണം, ഇനി ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ചെയ്യാനെന്താ, പുറത്തിറങ്ങാമെന്നുള്ളതാണ്. പുറത്തെവിടെയെങ്കിലും പോയി ഏതെങ്കിലും വീട്ടിൽ ജോലി ചെയ്ത് ഒരു വാടകയ്ക്ക് താമസിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ അവൾക്ക് അതിന് പ്രശ്നങ്ങൾ. അത് ഭർത്താവിൻ്റെ അഭിമാനത്തെ ബാധിക്കും, തൻ്റെ കുടുംബത്തെ അഭിമാനത്തെ ബാധിക്കും, തൻ്റെ അഭിമാനത്തെ ബാധിക്കും എന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ച് സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇത്തരം ദുർബലകളായ സ്ത്രീകളെ പ്രയാസപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവർ ആലോചിക്കണം, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ ക്രൂരതയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ഏതൊരു സ്ത്രീയോടും അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി, അവളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പരമാവധി അവൾക്ക് ഗുണകരമായ രൂപത്തിൽ വർത്തിക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.